അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അൽ ഫായിസീന ബിരിദല്ലാഹി അമ്മാ ബഅദ്. തഖ്വീമുൽ ലിസാന് സബഖ് 1. സർഫുൻ നഹ്വ് വിഭാഗത്തിൽ വളരെ പ്രാബല്യത്തിലുള്ള കുതുബുൽ മജ്മൂഅ് എന്ന ഗ്രന്ഥസമാഹാരത്തിൽ അടങ്ങിയിട്ടുള്ള 9 അധ്യായങ്ങളിൽ ഒന്നാണ് തഖ്വീമുൽ ലിസാന് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ നാടുകളിൽ, പ്രത്യേകിച്ച് മലബാറിൽ, സർഫ് നഹ്വ് പഠിക്കാൻ വേണ്ടി മുതഅല്ലിമീങ്ങൾ ഉപയോഗിക്കുന്ന പ്രചാരത്തിലുള്ള ഒരു ഗ്രന്ഥസമാഹാരമാണ് കുതുബുൽ മജ്മൂഅ് എന്ന് പറയുന്നത്. സർഫ് നഹ്വ് വിഷയങ്ങളിൽ 9 അധ്യായങ്ങൾ അടങ്ങിയിട്ടുള്ള കുതുബുൽ മജ്മൂഇൽ ഒരു അധ്യായമാണ് തഖ്വീമുൽ ലിസാൻ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് മീസാന്, അജ്നാസുൽ കുബ്ര, സഞ്ചാന്, അവാമിൽ ഇതൊക്കെ ഓതിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ സർഫിലായിരുന്നു എന്നുണ്ടെങ്കിൽ തഖ്വീമുൽ ലിസാൻ എന്നുള്ളത് നഹ്വുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രന്ഥമാണ്. നഹ്വിയായ വിഷയങ്ങൾ, നഹ്വിയായ മസ്അലകൾ പറയുന്ന കിതാബാണ് തഖ്വീമുൽ ലിസാൻ എന്നുള്ളത്. തഖ്വീമുൽ ലിസാനിൻ്റെ മുസന്നിഫ് മഹാനായ അഷെയ്ഖ് സൈനുൽ മശായിഖ് അബുൽ ഫദ്ൽ മുഹമ്മദ് ബിൻ അബുൽ ഖാസിം ബാബജൂക്കി അൽ ഖുറാസമി അൽ ഹനഫിയി എന്ന് പറയുന്ന മഹാനാണ്. മുസന്നിഫിൻ്റെ പേര് ഒന്നുകൂടി പറയുന്നു: സൈനുൽ മശായിഖ് അബുൽ ഫദ്ൽ മുഹമ്മദ് ബിൻ അബുൽ ഖാസിം ബാബജൂക്കി അൽ ഖുറാസമി അൽ ഹനഫിയി. ഹനഫി മദ്ഹബുകാരനായിരുന്നു മഹാനവറുകൾ. മഹാൻ്റെ പേര് ചുരുക്കി മുഹമ്മദ് അൽ ഖുറാസമി എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ തഖ്വീമുൽ ലിസാനിൻ്റെ മുസന്നിഫ് മുഹമ്മദ് അൽ ഖുറാസമി എന്ന് പറയുന്ന മഹാനവറുകളാണ്. ഞാൻ പറഞ്ഞു, തഖ്വീമുൽ ലിസാന് നഹ്വുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രന്ഥമാണ്. നഹ്വുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ ഒക്കെയാണ് തഖ്വീമുൽ ലിസാനിൽ അടങ്ങിയിട്ടുള്ളത്. നഹ്വിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യാകരണ ശാസ്ത്രം എന്നുള്ളത് ആ ഭാഷയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വ്യാകരണശാസ്ത്രം പഠിക്കാതെ ഒരു ഭാഷ പൂർണ്ണമായി പഠിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നഹ്വില്ലാത്ത ഭാഷ, നഹ്വില്ലാത്ത അറബി ഭാഷ കൽ ഇന്നീനി, അത് വരിയുടക്കപ്പെട്ട പുരുഷലിംഗം പോലെയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒരു പുരുഷൻ്റെ ലിംഗം കൊണ്ട് എന്തുപകാരമാണോ ഉള്ളത് അത് വരിയുടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉപകാരം നടക്കുകയില്ല. അതാണ് കൽ ഇന്നീനി എന്ന് പറയുന്നത്. അതുപോലെയാണ് അറബി ഭാഷയുടെ വ്യാകരണശാസ്ത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഭാഷ കൊണ്ട് എന്ത് ലക്ഷ്യമാണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം പൂർത്തിയാകുകയില്ല എന്ന് മഹാന്മാർ പറഞ്ഞു വച്ചത്. ഞാൻ നഹ്വ് പഠിക്കേണ്ടതിൻ്റെ ഗൗരവത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ഉദാഹരണം പറഞ്ഞത്. നഹ്വ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ അറിവുകൾ, പ്രാഥമികമായ വിദ്യാഭ്യാസം നഹ്വി വിഷയത്തിൽ കരസ്ഥമാക്കാൻ ഉതകുന്ന ഒരു ഗ്രന്ഥമാണ് തഖ്വീമുൽ ലിസാൻ. അതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ഭാഷയെ നന്നാക്കുക എന്നുള്ളതാണ്. തഖ്വീമുൽ ലിസാനി, തഖ്വീം ഖവ്വമ യുഖവ്വിമു തഖ്വീം, നന്നാക്കുക, ചൊവ്വാക്കുക. തഖ്വീമുൽ ലിസാൻ ഭാഷയെ നന്നാക്കുക, ലിസാൻ ഭാഷ. അറബി ഭാഷയെ നന്നാക്കാൻ, അറബി ഭാഷയുടെ വ്യാകരണ ശാസ്ത്രത്തെ പഠിക്കാൻ ഏറ്റവും പ്രാഥമികമായി, ഏറ്റവും എളുപ്പമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് തഖ്വീമുൽ ലിസാൻ എന്നുള്ളത്. കൂടുതലായ അത്തരം വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് സബഖ് തുടങ്ങുക. മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി മറ്റ് എല്ലാ മുസന്നിഫീങ്ങളും ഗ്രന്ഥരചന തുടങ്ങുന്നത് പോലെ തന്നെ ബിസ്മി കൊണ്ടും ഹംദ് കൊണ്ടുമാണ് ഈ ഒരു മഹത്തായ ഗ്രന്ഥം ആരംഭിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു. അർ റഹ്മാനി, അവൻ കരുണ ചെയ്യുന്നവനാണ്. അർ റഹീമി, അവൻ കാരുണ്യവാനുമാണ്. റഹ്മാനിൻ്റെയും റഹീമിൻ്റെയും അർത്ഥങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമൊക്കെ നിങ്ങൾ മുമ്പ് ഒരുപാട് പഠിച്ചിട്ടുണ്ടാകും, തഫ്സീറുകളിലായിട്ടും മറ്റൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ദുന്യാവിൽ
മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും കരുണ ചെയ്യുന്നവരും ആഖിറത്തിൽ മുസ്ലിമീങ്ങൾക്ക് കരുണ ചെയ്യുന്നവനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. ഏതൊരു ഗ്രന്ഥമാവട്ടെ, ഏതൊരു രചനയാവട്ടെ, മറ്റെന്ത് പ്രവർത്തനമാവട്ടെ, ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള, വളരെ പവിത്രതയുള്ള ഒരു കാര്യമാണ്. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങൾ ബറക്കത്ത് ഇല്ലാത്തതാണ്, അത് വാലുമുറിഞ്ഞ പ്രവർത്തനമായിരിക്കും എന്ന് പ്രവാചകൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും. ബിസ്മിയുടെ മഹത്വവും മറ്റുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയവരാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നീട് മുസന്നിഫ് ഹംദ് പറയുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, സർവസ്തുതികളും ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. എങ്ങനത്തെ അള്ളാഹുവാണ്? റബ്ബിൽ ആലമീൻ, അവൻ ലോക രക്ഷിതാവാണ്. ആലമിൻ്റെ റബ്ബാണ്, രക്ഷിതാവാണ്. ആലം എന്ന് പറഞ്ഞാൽ മാ സിവല്ല എന്നാണ് ആലമിൻ്റെ വിശദീകരണമായി, തഫ്സീറായി നമുക്ക് മുഫസ്സിരിങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ആലം എന്ന് പറഞ്ഞാൽ മാ സിവല്ല, അള്ളാഹു അല്ലാത്ത മറ്റ് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ആലമിൻ്റെ ഉള്ളിൽപ്പെട്ടു. അള്ളാഹു ഒഴികെയുള്ള ഈ പ്രപഞ്ചമാകട്ടെ, മറ്റു സൗരയൂഥമാകട്ടെ, മറ്റ് അന്തരീക്ഷമാകട്ടെ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അള്ളാഹു അല്ലാത്ത മറ്റ് എല്ലാ കാര്യങ്ങളും ആലമിൻ്റെ ഉള്ളിൽപ്പെട്ടു. അപ്പോൾ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആലമിൻ്റെ, അള്ളാഹു അല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ആലമിനെ രക്ഷിക്കുന്ന, പരിപാലിക്കുന്ന രക്ഷിതാവാണ് അള്ളാഹു. ആ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദു, സർവസ്തുതികളും ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. റബ്ബിൽ ആലമീൻ, ലോക രക്ഷിതാവായിട്ടുള്ള അള്ളാഹു. അൽഹംദു, സർവസ്തുതികളും, അതിൻ്റെ ആ അലിഫ്ലാമിൻ്റെ ഉദ്ദേശവും മറ്റൊക്കെ വിശദീകരണങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടാകും. വസ്സലാത്തു, അള്ളാഹുവിൻ്റെ കരുണയും, വസ്സലാമു, അള്ളാഹുവിൻ്റെ രക്ഷയും ഉണ്ടാകട്ടെ, അലാ സയ്യിദിന, നമ്മുടെ നേതാവിൻ്റെ മേലിൽ. ആരാണ് നേതാവ്? മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകനായ നമ്മുടെ നേതാവായ ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാവട്ടെ. വസ്സലാത്തു, അള്ളാഹുവിൻ്റെ കരുണയും, വസ്സലാമു, അള്ളാഹുവിൻ്റെ രക്ഷയും ഉണ്ടാവട്ടെ, അലാ സയ്യിദിന മുഹമ്മദിൻ, മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമ്മുടെ നേതാവിൻ്റെ മേലിൽ. വ ആലിഹി, പ്രവാചകൻ്റെ കുടുംബത്തിൻ്റെ മേലിലും ഉണ്ടാകട്ടെ. വസ്വഹ്ബിഹി, പ്രവാചകൻ്റെ സ്വഹാബിമാരുടെ മേലിലും ഉണ്ടാകട്ടെ. അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ കരുണയും പ്രവാചകൻ്റെ മേലിൽ ഉണ്ടാകട്ടെ. വ ആലിഹി, പ്രവാചകൻ്റെ കുടുംബത്തിൻ്റെ മേലിൽ ഉണ്ടാകട്ടെ. വസ്വഹബിഹി, കുടുംബവും അല്ലാത്തവരുമായ അസ്വഹാബിൻ്റെ മേലിൽ, സ്വഹാബിമാരുടെ മേലിൽ ഉണ്ടാകട്ടെ. അജ്മഈൻ, എല്ലാ ആളുകളുടെ മേലിലും, ഈ പറയപ്പെട്ട എല്ലാ ആളുകളുടെ മേലിലും അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാകട്ടെ. വ ബഅദു, ഈ ഹംദിനും സ്വലാത്തിനും സലാമിനും ശേഷം, വബഅദു അല്ലെങ്കിൽ അമ്മാ ബഅദ് എന്നൊക്കെ രചനകളുടെയും ഖുതുബകളുടെയും ഒക്കെ തുടക്കത്തിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഈ പറയപ്പെട്ട ബിസ്മിക്കും ഹംദിനും സ്വലാത്തിനും സലാമിനും ഒക്കെ ശേഷം, അതാണ് വബഅദു. ഈ പറയപ്പെട്ട ബിസ്മിക്കും ഹംദിനും സ്വലാത്തിനും സലാമിനും ശേഷം മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ തഖ്വീമുൽ ലിസാനിൻ്റെ ഗ്രന്ഥരചന ആരംഭിക്കുകയാണ്. മഹാനവറുകൾ പറയുന്നു, ഫഹാദ കിതാബുൽ ബിദായത്തി. ഫഹാദ, ഇത്, കിതാബുൽ ബിദായത്തി, ഒരു പ്രാഥമിക ഗ്രന്ഥമാണ്, തുടക്ക ഗ്രന്ഥമാണ്. ഞാൻ പറഞ്ഞു, നഹ്വ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിക്കൊണ്ട്, തുടക്കമായിക്കൊണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് തഖ്വീമുൽ ലിസാൻ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. മഹാനവറുകളും അത് തന്നെ പറയുന്നു, ഹാദാ ഫഹാദാ കിതാബുൽ ബിദായത്തി, ഇതൊരു പ്രാഥമിക ഗ്രന്ഥമാണ്. അറബി നഹ്വിൻ്റെ വിഷയത്തിൽ പ്രാഥമികമായ പഠനങ്ങളും ചർച്ചകളുമാണ് ഇവിടെ നടക്കുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിശദീകരിച്ചിട്ടുള്ള ഒരു ചർച്ചയല്ല, പ്രാഥമികമായ പ്രൈമറി ആയിട്ടുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഫഹാദാ കിതാബുൽ ബിദായത്തി. ഈ ഗ്രന്ഥം ഒരു പ്രാഥമിക ഗ്രന്ഥമാണ്, തുടക്ക ഗ്രന്ഥമാണ്. ഫീ തഖ്വീമുൽ ലിസാനി, ഭാഷയെ നന്നാക്കുന്ന കാര്യത്തിൽ പ്രാഥമികമായ ഒരു ഗ്രന്ഥമാണ്. അറബി ഭാഷയെ നന്നാക്കുന്ന, തഖ്വീം നന്നാക്കുക, അൽ ലിസാൻ ഭാഷ, അറബി ഭാഷയെ നന്നാക്കുന്ന വിഷയത്തിൽ പ്രാഥമികമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്.
ഫഹാദ കിതാബുൽ ബിദായത്തി ഫി തഖ്വീമിൽ ലിസാനി. അല്ലഫ്തുഹു, ഞാൻ ഈ ഗ്രന്ഥം രചിച്ചു ബി ഷവാഹിദിൽ ഖുർആനി, ഖുർആനിൻ്റെ തെളിവുകളോട് കൂടെ. അല്ലഫ്തുഹു, ഞാൻ ഈ ഗ്രന്ഥം രചിച്ചു. ഹു എന്ന ലമീർ മടങ്ങുന്നത് ഗ്രന്ഥം, ഈ കിതാബിലേക്ക്. അല്ലഫ്തുഹു, ഞാൻ ഈ കിതാബിനെ രചിച്ചു ബി ഷവാഹിദിൽ ഖുർആനി, ഖുർആനിൻ്റെ തെളിവുകളോട് കൂടെ. അവിടെയുള്ള ബാ ഖുർആൻ്റെ തെളിവുകൾ കൊണ്ട് എന്നല്ല, അത് മഅയ്യത്തിൻ്റെ അർത്ഥം വെക്കുന്ന, മഅ എന്നുള്ളതിൻ്റെ അർത്ഥം ലഭിക്കുന്ന ബാ ആണ്. അതുകൊണ്ടാണ് ബി ഷവാഹിദിൽ ഖുർആനി, ഖുർആനിൻ്റെ തെളിവുകളോട് കൂടെ എന്ന് പറയുന്നത്. മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഓരോ മസ്അലകളും പറയുമ്പോൾ അതിനൊക്കെ ഉദാഹരണങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഖുർആനിലെ കലിമത്തുകളാണ്, ഖുർആനിലെ ആയത്തുകളാണ്. അതാണ് മഹാനവറുകൾ അങ്ങനെ പറഞ്ഞത് ബി ഷവാഹിദിൽ ഖുർആനി, ഖുർആനിൻ്റെ തെളിവുകളോട്, ഷാഹിദുകളോട് കൂടെ എന്ന് പറഞ്ഞത്. എന്തിനാണ് അങ്ങനെ ഖുർആനിൽ നിന്നുള്ള തെളിവ് കൊണ്ടുവന്നത്? ലിയഖ്റുബ അലൽ മുതനാവിലി, ഇതിനെ കരസ്ഥമാക്കുന്ന, ഇതിനെ പഠിക്കുന്ന മുതഅല്ലിമിൻ്റെ മേലിൽ എളുപ്പമാകാൻ വേണ്ടി. ലിയഖ്റുബ, എളുപ്പമാകാൻ വേണ്ടി. അലൽ മുതനാവിലി അഥവാ അലൽ മുതഅല്ലിമി, ഇതിനെ പഠിക്കുന്ന, ഇതിനെ വായിക്കുന്ന, ഇതിനെ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന ആ വിദ്യാർത്ഥിയുടെ മേലിൽ എളുപ്പമാകാൻ വേണ്ടി. ഹിഫ്ളുഹു, ഈ കിതാബിനെ മനപ്പാടമാക്കുക എന്നത് എളുപ്പമാകാൻ വേണ്ടി. ലിയഖ്റുബ, എളുപ്പമാകാൻ വേണ്ടി. അലൽ മുതനാവിലി, ഇതിനെ പഠിക്കുന്ന ആളുടെ മേലിൽ. ഹിഫ്ളുഹു, ഈ ഗ്രന്ഥത്തെ മനപ്പാടമാക്കൽ എളുപ്പമാകാൻ വേണ്ടി. എന്തിനാണ് ഖുർആനിൽ നിന്നുള്ള തെളിവുകളെ? മറ്റുള്ള തെളിവുകൾ കൊണ്ടുവരാമായിരുന്നു, ബൈത്ത് കൊണ്ടുവരാമായിരുന്നു, അല്ലെങ്കിൽ മറ്റു ജുംലകൾ കൊണ്ടുവരാമായിരുന്നു. ഇതൊന്നും കൊണ്ടുവരാതെ, അതെല്ലാം ഉണ്ട് എങ്കിലും കൂടി ഭൂരിഭാഗവും ഖുർആനിൽ നിന്നുള്ള തെളിവുകൾ കൊണ്ടുവരാനുള്ള കാരണം ലിയഖ്റുബ അലൽ മുതനാവിലി ഹിഫ്ളുഹു, ഇത് പഠിക്കുന്ന, ഇത് വായിക്കുന്ന ആളുകൾക്ക് ഇതിനെ മനപ്പാടമാകൽ എളുപ്പമാകണം, പെട്ടെന്ന് മനപ്പാടമാക്കാൻ സാധിക്കണം, ഹിഫ്ള് ചെയ്യാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. പിന്നെയോ വയതഖററ ഫീ തബഇ ത്വാലിബി, വയതഖററ, ഇത് സ്ഥിരമാകണം, ഉറപ്പായിട്ട് നിൽക്കണം, ഇത് ഉറച്ചു നിൽക്കണം. ഫീ തബഇ ത്വാലിബി, വിദ്യാർത്ഥികളുടെ മനസ്സിൽ. തബഇ മനസ്സ്, ഹൃദയം, ബുദ്ധി എന്നൊക്കെ അർത്ഥം വെക്കാം. ഫീ തബഇ ബുദ്ധി, മനസ്സ് എന്നൊക്കെ വെക്കാം. ഫീ തബഇ ത്വാലിബി, വിദ്യാർത്ഥിയുടെ ബുദ്ധിയിൽ, വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇത് ഉറച്ചു നിൽക്കാൻ വേണ്ടി. എന്ത്? മഅനാഹു, ഈ കിതാബിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും. വലഫുലുഹു, ഇതിലെ പദങ്ങളും ലഫുലുകളും വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കാനും, ഇതിനെ പഠിക്കുന്ന ആളുകൾക്ക് ഇത് മനപ്പാടമാകൽ എളുപ്പമാകാനും വേണ്ടിയാണ് ഖുർആനിൽ നിന്നുള്ള ഷാഹിദുകളെ, തെളിവുകളെ ഞാനിവിടെ കൊണ്ടുവന്നത് എന്ന് മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. വബില്ലാഹി, അള്ളാഹുവിനോട് അത്തൗഫീഖ്, വബില്ലാഹി തൗഫീഖ്, അള്ളാഹുവിനോട് തൗഫീഖ് തേടുന്നു. ഇതൊക്കെ പൂർത്തീകരിക്കാൻ, ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാകാൻ, വിദ്യാർത്ഥികൾക്ക് മനഃപ്പാടമാകാൻ, അവരുടെ മനസ്സിൽ ഇത് ഉറച്ചു നിൽക്കാൻ, അവർക്ക് നാഫിയായ ഇൽമുണ്ടാകാനൊക്കെ വേണ്ടി. വബില്ലാഹി തൗഫീഖ്, അള്ളാഹുവിൻ്റെ കാവലിനെ, തൗഫീഖിനെ ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഫഅവ്വലു ദാലിക, ഇനി ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഒന്നാമത്തെ ചർച്ച. അവ്വലു ദാലിക, ഒന്നാമത്തെ ചർച്ച. ബാബുൽ കലിമത്തി, കലിമത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ്. കലിമത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ്. എന്താണ് കലിമത്ത്? എങ്ങനെയൊക്കെയാണ് കലിമത്തുകൾ ഉണ്ടാവുക? എന്തെല്ലാമാണ് അതിലെ ഉപവിഭാഗങ്ങൾ? എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇനി വരാൻ പോകുന്നത്. വൽ കലാമു, കലാമ്, കലിമത്ത്, കലാമ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, സംസാരം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ഒറ്റ വാക്കിൽ അർത്ഥം പറയാം. വൽ കലാമു, അറബിയിൽ കലാമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറബി സംസാരം എന്ന്, അല്ലെങ്കിൽ അറബിയിൽ കലാമുകൾ, കുല്ലുഹ, എല്ലാ കലാമുകളും, അലാ സലാസത്തി അദുറുബിൻ, 3 വിഭാഗത്തിൽ ആയിട്ടാണ് ഉള്ളത്. ഒരു അറബി ഭാഷ എടുത്തു കഴിഞ്ഞാൽ, അറബി ഭാഷയിലെ ജുംലകൾ, സംസാരങ്ങൾ, പദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനും ഇനി പറയാൻ പോകുന്ന 3-ൽ ഒരു വിഭാഗത്തിൽ പെട്ടതായിരിക്കും. അതാണ് പറയുന്നത് വൽ കലാമു, കലാമ്, കുല്ലുഹ, മുഴുവനും, അല സലാസത്തി അദുറുബിൻ, 3 ഇനങ്ങളിലാണ്. അദുറുബ്, ലൊർബ്, അദുറുബി വിഭാഗം, ഇനം എന്നൊക്കെ. അല സലാസത്തി അദുറുബിൻ, 3 വിഭാഗത്തിലായിട്ടാണ്, 3 ഇനങ്ങളിലായിട്ടാണ്. ഏതൊക്കെയാണത്? ഇസ്മ് വ ഫിഅല് വ ഹർഫ്.
ഇസ്മ് വ ഫിഅല് വ ഹർഫ്. അപ്പോൾ ഒരു അറബി പദം എടുത്തു കഴിഞ്ഞാൽ, അറബി ജുംല എടുത്തു കഴിഞ്ഞാൽ, അറബി സംസാരം എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനും ഈ പറഞ്ഞ മൂന്നിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ അത് ഇസ്മാവാം, അല്ലെങ്കിൽ അത് ഫിഅലാവാം, അല്ലെങ്കിൽ അത് ഹർഫാകാം. ഇത് മൂന്നുമല്ലാത്ത മറ്റൊരു വിഭാഗം പദങ്ങൾ, കലാമുകൾ അറബി ഭാഷയിൽ ഉണ്ടാവുകയില്ല. ഇസ്മ്, ഫിഅല്, ഹർഫ്, കലാമിൻ്റെ 3 വിഭാഗങ്ങൾ, 3 ഇനങ്ങളാണ് ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇസ്മ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേരുകൾ, അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പേരുകൾ. ഫിഅൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾ, ഹർഫ് എന്ന് പറഞ്ഞാൽ പദങ്ങൾ, അക്ഷരങ്ങൾ. ഇനി എന്താണ് ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ, ഓരോന്നിൻ്റെയും നിർവചനം, താരീഫ് പറയുകയാണ്. ഫൽ ഇസ്മു, അപ്പോൾ ഇസ്മ് എന്ന് പറഞ്ഞാൽ കലാമിൻ്റെ 3 വിഭാഗങ്ങളായ ഇസ്മ്, ഫിഅല്, ഹർഫ്, ഇത് 3നെയും വിശദീകരിക്കുകയാണ്. ഫൽ ഇസ്മു, അപ്പോൾ ഇസ്മ് എന്ന് പറഞ്ഞാൽ മാ സുമ്മിയത്ത് ബിഹി, മാ ഒന്നാണ്, ഒരു കാര്യമാണ്, ഒരു പദമാണ്. സുമ്മിയത്ത് പേര് വെക്കപ്പെട്ടിരിക്കുന്നു, ബിഹി ആ പദം കൊണ്ട്, മുസമ്മ ഏതോ ഒരു പേര് വെച്ച വ്യക്തി അല്ലെങ്കിൽ പേര് വെച്ച വസ്തു. ഫൽ ഇസ്മു, ഇസ്മ എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, സുമ്മിയത്ത് പേര് വെക്കപ്പെട്ടിരിക്കുന്നു, ബിഹി ആ ഒന്ന് കൊണ്ട്, മുസമ്മ ഒരു പേര് വെക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ വസ്തു, ഒരു മുസമ്മ. ഒരു മുസമ്മക്ക്, ഏതെങ്കിലും ഒരു മുസമ്മക്ക് പേര് വെച്ചിട്ടുള്ള ആ പദത്തിനാണ്, ആ ലഫ്ളിനാണ്, ആ കലിമത്തിനാണ് ഇസ്മുകൾ എന്ന് പറയുന്നത്. നഹ്വു, ഉദാഹരണമായിട്ട് പറയുകയാണ്. സയ്ദ് വ അംറ് വ ഫറസ് വ ഹജർ വ ഷജർ. ഇത്തരത്തിൽ സയ്ദ് ഒരു വ്യക്തിയുടെ പേര്, സയ്ദ് എന്ന പേര്, അംറ് എന്ന പേര്, ഫറസ് കുതിര, ഹജർ കല്ല്, ഷജർ മരം. ഇത്തരത്തിൽ ഒരു വസ്തുവിനോ ഒരു ജീവിക്കോ, ഒരു ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ വസ്തുവിനോ ഒരു ജീവിക്കോ ഒരു വ്യക്തിക്കോ ഒക്കെ വെക്കുന്ന പേരുകൾക്കാണ് ഇസ്മുകൾ എന്ന് പറയുന്നത്. ഇസ്മിൻ്റെ താരീഫ് ഫൽ ഇസ്മു മാ സുമ്മിയത്ത് ബിഹി മുസമ്മ, ഒരു മുസമ്മക്ക് വെക്കപ്പെട്ട പേര് വെക്കപ്പെട്ട പദത്തിനാണ് ഇസ്മുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞത് സയ്ദ്, അംറ്, ഫറസ്, ഹജർ, ഷജർ. ഇങ്ങനെ ജീവനുള്ളതാവാം, ഒരു ബിൽഡിംഗ് ആവാം, ഒരു വ്യക്തിയാകാം, ഒരു സ്ഥലമാകാം, ഒരു വസ്തുവാകാം. ഇങ്ങനെ ഏതൊരു കാര്യമാവട്ടെ ഒരു പേരാണ് എന്നുണ്ടെങ്കിൽ, ഒരു വസ്തുവിൻ്റെ പേരാകാം, ഒരു സ്ഥലത്തിൻ്റെ പേരാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ പേരാകാം. അതുകൊണ്ട് ആ പദം കൊണ്ട് ഒരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ ഒരു സ്ഥലത്തിനോ പേര് വെച്ചിരിക്കുന്നു, അത് പേരാണ് എന്നുണ്ടെങ്കിൽ അത് ഇസ്മ എന്ന ഗണത്തിൽപ്പെടുന്നതാണ്. ഇനി വൽ ഫിഅലു, രണ്ടാമത്തെ വിഭാഗമായ ഫിഅല് എന്നുള്ളത് മ ഒന്നാണ്, മല അത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഫിഅല് നമ്മൾ അതിൻ്റെ നേരെ അർത്ഥം പറഞ്ഞു, പ്രവർത്തികൾ, കർമ്മങ്ങൾ, ക്രിയകൾ എന്നൊക്കെ പറയാം. ഫിഅലുകൾ പ്രവർത്തികളാണ്. അത് ഒന്നുകിൽ മല കഴിഞ്ഞു പോയതായിരിക്കും, ഔ മാ യസ്തഖ്ബിലു അല്ലെങ്കിൽ വരാനിരിക്കുന്നത് മുസ്തഖ്ബിലായിരിക്കും. ഫിഅലുകൾ ഒന്നുകിൽ മല കഴിഞ്ഞു പോയതായിരിക്കും, ഔ മാ യസ്തഖ്ബിലു അല്ലെങ്കിൽ വരാനിരിക്കുന്നതായിരിക്കും. ഫൽ മാലി, അപ്പോൾ കഴിഞ്ഞു പോയതിന് ഉദാഹരണം, മല എന്ന് പറഞ്ഞ ഫിഅലിന് ഉദാഹരണം ഫൽ മാലി, മാലിയായ ഫിഅല്, കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച പ്രവർത്തികൾക്ക് ഉദാഹരണം നഹ്വു ഖാമ ഖഅദ. ഖാമ ഖഅദ, ഖാമ നിന്നു, ഖഅദ ഇരുന്നു. അതിൻ്റെ അർത്ഥങ്ങൾ അപ്പോൾ ഖാമ ഖഅദ എന്നുള്ളതൊക്കെ പോലെയുള്ള കഴിഞ്ഞു പോയ കാലത്തിൻ്റെ അർത്ഥം ലഭിക്കുന്ന പ്രവർത്തികൾക്കാണ് മാലി ഫിഅലുകൾ എന്ന് പറയുന്നത്. ഫിഅലുകൾ എന്നാൽ ഒന്നുകിൽ കഴിഞ്ഞു പോയതാകാം അല്ലെങ്കിൽ വരാനിരിക്കുന്നതാകാം. കഴിഞ്ഞു പോയതിന് ഉദാഹരണം ഖാമ ഖഅദ പറഞ്ഞു. ഇനി വൽ മുസ്തഖ്ബിലു, മുസ്തഖ്ബിലിന് ഉദാഹരണം നഹ്വു യഖൂമു യഖഉദു. യഖൂമു യഖഉദു, നടക്കും, നിൽക്കും, ഇരിക്കും. യഖൂമു നിൽക്കും, വയഖഉദു ഇരിക്കും. ഇതാണ് മുളാരിക്ക് ഉദാഹരണം അല്ലെങ്കിൽ മുസ്തഖ്ബിലിന് ഉദാഹരണം. ഇനി മാദി എന്താ മുസ്തഖ്ബിൽ എന്താ എന്നുള്ളതിൻ്റെ വിശദീകരണങ്ങൾ ശേഷം വരും. അപ്പോൾ ഫിഅലുകൾ ഒന്നുകിൽ കഴിഞ്ഞു പോയതാകാം, അല്ല എന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്നതാകാം. കഴിഞ്ഞു പോയത് മാദിക്ക് ഉദാഹരണം പറഞ്ഞു ഖാമ ഖഅദ, മുസ്തഖ്ബിലിന് ഉദാഹരണം പറഞ്ഞു യഖൂമു യഖഉദു. ഇനി മൂന്നാമത്തെ ഇനമായ ഹർഫ് എന്ന് പറഞ്ഞാൽ വൽ ഹർഫു, ഹർഫ് എന്നാൽ മ ഒന്നാണ്, ലാ മഅനൻ ലഹു അതിനൊരു അർത്ഥവും ഉണ്ടാവുകയില്ല. മ ഒന്നാണ്,
ലാ മഅന ലഹു, ആ ഒന്നിനിക്ക് ഒരു അർത്ഥവും ഉണ്ടാവുകയില്ല, ഇല്ലാ മഅ ഗൈരിഹി, മറ്റൊന്നിനോട് കൂടെ വന്നാലല്ലാതെ. ഒരു പദം അല്ലെങ്കിൽ ഒരു അക്ഷരം അത് ഒറ്റക്ക് നിൽക്കുമ്പോൾ യാതൊരു അർത്ഥവും ഉണ്ടാവുകയില്ല, മറിച്ച് മറ്റൊരു പദത്തിനോട് കൂടെ വന്നാൽ മാത്രമേ അതിനൊരു അർത്ഥം ലഭിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പദങ്ങൾക്കാണ് ഹർഫുകൾ എന്ന് പറയുന്നത്. വൽ ഹർഫു, ഹർഫ് എന്നാൽ മാ ഒന്നാണ്, ലാ മഅന ലഹു, അതിനൊരു അർത്ഥവും ഉണ്ടാവുകയില്ല, ഇല്ലാ മഅ ഗൈരിഹി, മറ്റുള്ളതിനോട് കൂടെ വന്നാലല്ലാതെ. നഹ്വു, ഏതുപോലെ, ഉദാഹരണം ഹൽ. ഹൽ എന്നുള്ള പദം, ഹൽ എന്നുള്ള പദം ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. പക്ഷേ ഹൽ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ടാവുകയില്ല, മറിച്ച് ഹൽ എന്നുള്ളത് മറ്റൊരു പദത്തിനോട് കൂടെയാണെങ്കിൽ, മറ്റൊരു പദത്തിനോട് കൂടെ വന്നാൽ അതിനൊരു അർത്ഥം ലഭിക്കുന്നു. ഇനി അതുപോലെ തന്നെ വബൽ, ബൽ എന്നുള്ളത്, വഖദ്, ഖദ് എന്നുള്ളത്, വസൗഫ, സൗഫ എന്നുള്ളത്, വസീൻ, സീൻ എന്നുള്ളത്, മുദാരിയായ ഫേലിനോട് കൂടെ വരുന്ന സീനും സൗഫയും, അതാണ് ആ സീൻ കൊണ്ടുള്ള ഉദ്ദേശം. സീൻ എന്നുള്ളത്, ഇതൊക്കെയും ഹർഫുകൾക്ക് ഉദാഹരണമാണ്. ഈ പദങ്ങളൊന്നും തന്നെ ഒറ്റക്ക് നിൽക്കുമ്പോൾ യാതൊരു അർത്ഥവും ഉണ്ടാവുകയില്ല, മറിച്ച് ഇവയൊക്കെ മറ്റു പദങ്ങളോട് കൂടെ വന്നു കഴിഞ്ഞാൽ ഇവക്ക് ഒരു അർത്ഥം ലഭിക്കുന്നു, പ്രത്യേക അർത്ഥം ലഭിക്കുന്നു. അത്തരത്തിലുള്ള കലിമത്തുകൾക്കാണ് ഹർഫുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ പറഞ്ഞു, ഹൽ, ബൽ, ഖദ്, സൗഫ, സീന്. ഇനി ഫി, ലി, ബി, മിൻ, ഇതൊക്കെ ഹർഫുകളുടെ ഗണത്തിൽപ്പെടും. ഇവയൊന്നും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സെയ്ദ് എന്ന് പറഞ്ഞപ്പോൾ അതൊരാളുടെ പേരായിരുന്നു, അംർ എന്ന് പറഞ്ഞപ്പോൾ ഒരു അർത്ഥമുണ്ടായിരുന്നു, ഫറസ് എന്ന് പറഞ്ഞപ്പോൾ കുതിര എന്ന അർത്ഥം ലഭിച്ചു, ഹജർ എന്ന് പറഞ്ഞപ്പോഴും ഷജർ എന്ന് പറഞ്ഞപ്പോഴൊക്കെ നമുക്കൊരു പ്രത്യേക അർത്ഥം ലഭിച്ചു. അതുപോലെ തന്നെ കാമ എന്ന് പറയുമ്പോൾ നമുക്ക് നിൽക്കുക, നിന്നു എന്നും, കായത എന്ന് പറഞ്ഞപ്പോൾ ഇരുന്നു എന്നും, യഖൂമു യഖൂദു, ഇരിക്കും നിൽക്കും എന്നൊക്കെ നമുക്ക് അർത്ഥം ലഭിച്ചു. അവയൊക്കെ ഒറ്റക്ക് വന്നപ്പോഴും അർത്ഥം ലഭിച്ചു. എന്നാൽ ഹർഫുകൾ ഹൽ എന്നോ ബൽ എന്നോ ഖദ് എന്നോ സൗഫ എന്നോ സീനോ ഒന്നും തന്നെ ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരു അർത്ഥവും അതിന് ഉണ്ടാവുകയില്ല, മറിച്ച് മറ്റ് പദങ്ങളോട് കൂടെ വന്നാൽ പ്രത്യേക അർത്ഥം ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ ബാബ് കലിമത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കലാമ് എന്ന് പറഞ്ഞാൽ അറബിയിൽ കലാമുകൾ മുഴുവനും 3 വിഭാഗത്തിൽ പെട്ടിരിക്കും. 3 ഇനങ്ങളാണ് കലാമിനുള്ളത്. 1 ഇസ്മ്, 2 ഫിഅല്, 3 ഹർഫ്. ഇസ്മ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ ഒരു സ്ഥലത്തിനോ ഒക്കെ പേര് വെച്ചിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിന് ഇസ്മുകൾ എന്ന് പറയുന്നു. ഫൽ ഇസ്മു മാ സുമ്മിയത്ത് ബിഹി മുസമ്മ, ഒരു മുസമ്മക്ക് വെക്കപ്പെട്ട പേര് വെക്കപ്പെട്ട പദത്തിനാണ് ഇസ്മ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു സെയ്ദ്, അംർ, ഹജർ, ഷജർ, ഫറസ്. ഫിഅൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ ആയ കാലത്തിൻ്റെ മേലിൽ അറിയിക്കുന്ന ക്രിയകൾക്ക്, പ്രവർത്തനങ്ങൾക്കാണ് ഫിഅലുകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞു പോയത് മാദിക്ക് നമ്മൾ ഉദാഹരണം പറഞ്ഞു ഖാമ, ഖഅദ. മുലാരിക്കുദ, മുസ്തഖ്ബിലിന് ഉദാഹരണം പറഞ്ഞു യഖൂമു, യഖൂദു. മൂന്നാമത്തെ ഇനമാണ് കലിമത്തിൻ്റെ മൂന്നാമത്തെ ഇനമാണ് ഹർഫുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹർഫ് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ യാതൊരു അർത്ഥവും ഉണ്ടാവുകയില്ല, മറിച്ച് മറ്റൊന്നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേക അർത്ഥം ലഭിക്കും. അത്തരം പദങ്ങൾക്കാണ് ഹർഫുകൾ എന്ന് പറയുന്നത്. ഹർഫുകൾക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞു ബൽ, ഹൽ, ഖദ്, സൗഫ, സീന്. ഇത്രയുമാണ് കലാമിൻ്റെ വിഷയത്തിൽ, കലിമത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്.